Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അൺബോക്സിങ്ങോ റിവ്യൂ ഒന്നൊന്നല്ല, എന്നാൽ മറിച്ച് സ്മാർട്ട് ഫോണിൻ്റെ വില കൂടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കഴിഞ്ഞ ഒരു 6 to 8 മാസത്തിനുള്ളിൽ സ്മാർട്ട് ഫോണുകളെല്ലാം വില കൂടി തുടങ്ങി. അപ്പോൾ ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് 2025 അവസാനമാണ്. പ്രോബ്ലി അറൗണ്ട് OnePlus 15 ലോഞ്ചോടുകൂടിയാണ് വന്നത്. അപ്പോൾ OnePlus 15 ലോഞ്ച് വന്നപ്പോൾ അവർ പ്രൈസിങ് അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്, ഇത് എന്താ പറയുക കഴിഞ്ഞ വർഷത്തെക്കാളും ഡൗൺ ഗ്രേഡ് ആണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിസ്കഷൻ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡിവൈസിനെ കണ്ടിട്ട് നമുക്ക് മനസ്സിലായി, ഇൻഡസ്ട്രിയിലെ ട്രെൻഡ് മനസ്സിലായി. എന്താ വെച്ചാൽ AI കാരണം ഒബ്വിയസ്ലി മെമ്മറി, അതായത് റാമും സ്റ്റോറേജിനുമുള്ള എക്സ്ട്രീം ഷോർട്ടേജ് ആണ്. എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പോൾ മെമ്മറിയും സ്റ്റോറേജൊക്കെ ഉണ്ടാക്കണ ബ്രാൻഡ്സ് എല്ലാം തന്നെ AIക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ റാമും ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ റാമിനും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ തന്നെ മെമ്മറി കാർഡ്, ഗ്രാഫിക്സ് കാർഡ്, ഇതിനെല്ലാം തന്നെ എക്സ്ട്രീം ഷോർട്ടേജ് ആണ്. എക്സ്ട്രീം ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ പ്രൈസസ് ഓൾമോസ്റ്റ് 300% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. 3 ഇരട്ടി 4 ഇരട്ടിക്കാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ഞാൻ ഈ അടുത്ത കാലത്ത് 2023 എന്തോ മേടിച്ച ഒരു സാംസങ്ങിൻ്റെ SSD സ്റ്റോറേജ്, അത് 1 TB SSDൻ്റെ വില നോക്കുമായിരുന്നു. അത് 8,000 രൂപയ്ക്ക് 8,500 രൂപയ്ക്കാണ് ഞാൻ 1 TB അന്ന് മേടിച്ചത്. എന്നാൽ ഇപ്പോൾ ആമസോണിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വില 32,000 രൂപയാണ് 1 TBക്ക്. അത് ചിലപ്പോൾ അങ്ങോട്ട് കുറച്ച് കുറഞ്ഞിരിക്കും, എന്നാലും 3 ഇരട്ടിയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. 3 ഇരട്ടിയിലേറെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു 1 TBൻ്റെ SSDക്ക് ഇത്ര ഇൻക്രീസ് ആയെങ്കിൽ നമ്മൾ മൊബൈലിൻ്റെ ഇതിൻ്റെയൊക്കെ മൊബൈലും ലാപ്ടോപ്പിൻ്റെയൊക്കെ മെമ്മറി റാമിൻ്റെയും കാര്യം അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഡിസംബറിൽ അതിന് മുമ്പ് തുടങ്ങി, ഒരു ഒക്ടോബർ ആ സമയത്ത് തുടങ്ങി. അത് കഴിഞ്ഞ് ഡിസംബറിലും വീണ്ടും കൂടി, ജാനുവരിയിൽ കൂടി, അങ്ങനെ എല്ലാ മാസങ്ങളും കൂടുക. ഒരു ഇതിനകത്തൊരു കുറവ് വരുന്നില്ല, അല്ലെങ്കിൽ സ്റ്റേബിൾ ആവണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ. ഇൻഫാക്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ അൺബോക്സ് ചെയ്ത റെഡ്മി ടർബോ 5ൻ്റെ അൺബോക്സിങ്ങിൽ ഒരുപാട് പേര് പറയേണ്ടത് ഇതിൻ്റെ അല്ലേ പോക്കോ X8 Pro എന്ന് പറയുന്ന ഡിവൈസ്. പോക്കോ X8 Pro 31,999 32,000 റുപ്പീസിനാണ് ഷവമി അനൗൺസ് ചെയ്തത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ 35,999 കാരണം ഇതിലെന്താ വ്യത്യാസം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു. എന്നാൽ പോക്കോ X8 Pro ലോഞ്ച് ചെയ്തത് മാർച്ചിലാണ്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ആ 3 മാസം കൊണ്ട് മെമ്മറിയും സ്റ്റോറേജിൻ്റെ വില എന്തോരം ഇൻക്രീസ് ആയി അറിയോ. അതിപ്പോൾ ഏതൊരു ഫോൺ എടുത്താലും ഇത് റെഡ്മിൻ്റെ കേസ് മാത്രമല്ല. ഇപ്പോൾ ഞാൻ എടുത്ത് ഒരു ഫോൺ ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ 30,000 രൂപയ്ക്കുള്ള ഫോണിൽ 29,999 രൂപയാണ് ആ ഫോണിൻ്റെ വില. ആ ഫോണിനകത്ത് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. നിങ്ങളത് വിശ്വസിക്കുമോ എനിക്കറിയില്ല, ഫ്ലിപ്കാർട്ടിൽ പോയി നോക്കാവുന്നതാണ്. 29,999 രൂപേൻ്റെ ഒരു ഫോണിന് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അത് ആംബുലഡ് അല്ല കേട്ടോ, IPS LCD. അപ്പോൾ എത്രത്തോളം ഈ ഒരു പ്രൈസ് റൈസ് ബ്രാൻഡ്സിനെ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ റെഡ്മിൻ്റെ കേസിൽ അതേപോലെ തന്നെയാണ്. ആ 3 മാസം കൊണ്ടുള്ള ഒരു ഇൻക്രീസ് ആണ് ആക്ച്വലി ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ OnePlus 15R ഇത് ഏതാണ്ട് 42-43 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അനൗൺസ് ചെയ്തത്. അതായത് എനിക്ക് ഓർമ്മ ശരിയാണ്, ജാനുവരിയിൽ അനൗൺസ് ചെയ്ത്. ഇപ്പം അതിൻ്റെ വില 50,000 രൂപയാണ്. ബേസ് വേരിയൻറ്റ് 50,000 റുപ്പീസായി. അപ്പോൾ ഓൾമോസ്റ്റ് 6,000 രൂപ ഇൻക്രീസ് ആയിട്ടുണ്ട് പ്രൈസിങ്ങിന്. എല്ലാത്തിലും തന്നെയാണ് സിറ്റുവേഷൻ. ഇപ്പോൾ ബ്രാൻഡ്സ് എല്ലാം തന്നെ, ഇപ്പോൾ OnePlus 15 ഇൻക്രീസ് ചെയ്തു. വിവോൻ്റെയും ഓപ്പോൻ്റെയൊക്കെ അൾട്രാ സീരീസ് ഇറങ്ങിയിട്ടുണ്ടല്ലേ, 1,70,000 രൂപ 1,80,000 രൂപ ആ റേഞ്ചിലേക്കാണ് വരുന്നത്. എന്നാൽ കുറച്ചുകൂടെ റിലേറ്റീവ്ലി പ്രൈസ് കുറഞ്ഞു വന്നത് എനിക്ക് തോന്നുന്നു ഷവമിൻ്റെ 17 അൾട്രയാണ്. 1,39,000 രൂപ ഉണ്ടായുള്ളൂ. എന്നാൽ കൂടുതൽ അതല്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡിവൈസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ റിലേറ്റീവ്ലി കുറവാന്ന് പറയാം. എന്നാൽ ഷവമി 17 ഇറങ്ങിയപ്പോൾ 90,000 റുപ്പീസ് ആയിരുന്നു. ഒരുപാട് പേര് പറഞ്ഞത് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്, ഓവർ പ്രൈസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ OnePlus 15 അതേ റേഞ്ചിലെത്തിയില്ലേ. കാരണം ആ ഒരു പ്രൈസ് റൈസ് വളരെയധികം ഇമ്പാക്ട് ചെയ്തിരിക്കുകയാണ് സ്മാർട്ട് ഫോണിനെ. ഇനി നമ്മൾ അങ്ങോട്ട് എല്ലാ ബ്രാൻഡ്സും ഇത് തന്നെയാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ A സീരീസ് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലൊക്കെ വന്ന സീരീസാണ്. അതായത് 35,000, 40,000, 50,000 താഴെ വന്ന സീരീസാണ്. ഇപ്പോൾ 65 രൂപയ്ക്കാണ് A സീരീസിൽ വരുന്നത്. അതായത് സാംസങ്ങിൻ്റെ പണ്ടത്തെ S സീരീസ് ആയിരുന്നു 65, 70, 80,000 ഒക്കെ വന്നിരുന്നത്. ഇപ്പോൾ A സീരീസ് ആ കാറ്റഗറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ബ്രാൻഡിൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ ബ്രാൻഡിനെയും ഡയറക്റ്റ്ലി ഇമ്പാക്ട് ചെയ്തൊരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ലാപ്ടോപ്പിൻ്റെ എന്താ
പറയുക, എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡൊക്കെ ഉള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു PC അസംബ്ലി നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒക്കെ വില നോക്കിക്കഴിഞ്ഞാൽ 3 ഇരട്ടി 4 ഇരട്ടിക്കാണ് പോയിരിക്കുന്നത്. ആമസോണിൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതൊരു എക്സ്ട്രീം ഷോർട്ടേജ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇനി എന്താണ് ഇതിന് ഭാവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ കൂടാനാണ് ചാൻസ് എന്നാണ് എൻ്റെ അറിവ്. കാരണം ഇൻഡസ്ട്രി ലീഡേഴ്സൊക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യണ്ടേ, കുറേ പേര് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ബ്രാൻഡ്സിൽ വർക്ക് ചെയ്യണവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ് ഇനിയും ചിലപ്പോൾ കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിലൈസ് ആവും എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഷോർട്ടേജ് ക്രൈസിസ് പ്രോബ്ലി എല്ലാ കമ്പനികളോടും നേരിട്ട് അത് ഒരു സ്റ്റേബിലൈസ് ആക്കാന്നുണ്ട്. അത് മെമ്മറി പ്രൈസ് ഇൻക്രീസ് സ്റ്റേബിലൈസ് ആക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വില കുറയുമെന്ന് വെച്ചാൽ അതിന് ചാൻസ് കുറവാണ്. ഏറെക്കുറെ ഇതായിരിക്കും ഇനി ഭാവിയിലെ വില എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്. ഇൻഡസ്ട്രിയിൽ എല്ലാവരും തന്നെ പറയുന്നത് ഇനി അങ്ങോട്ടും നമുക്ക് പഴയ മാതിരത്തെ ഫോണുകളും പ്രൈസിങ്ങുകളും ഒന്നും ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇനി വലിയ ഡ്രാസ്റ്റിക്കായി എന്തെങ്കിലും സംഭവം നടന്നാൽ പ്രോബ്ലി 2-3 വർഷം കഴിയുമ്പോൾ ഇതിലേക്ക് വരാം. പക്ഷേ അതിനുള്ള ചാൻസ് കുറവാണ്. കാരണം AI-ൻ്റെ അഡ്വാൻസ്മെന്റ് ഓരോ ദിവസവും ഓരോ തരത്തിലെ AI അഡ്വാൻസ്മെന്റ് വരുന്നതല്ലേ. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള റാമും സ്റ്റോറേജും കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്ന ഷോർട്ടേജ് ആണ് ഈ സ്മാർട്ട് ഫോണിലും ലാപ്ടോപ്പിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ 10,000 രൂപയ്ക്ക് ഫുൾ HD ഡിസ്പ്ലേ, ഇൻഫാക്ട് AMOLED ഡിസ്പ്ലേ വരെ ഉണ്ടായിട്ടുണ്ട് 10,000 രൂപയ്ക്ക്. നല്ല പ്രോസസ്സർ, ക്യാമറ ഒക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ 20,000-30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫോൺ കിട്ടാനില്ല ആ ഒരു പ്രൈസ് സെഗ്മെന്റിലുള്ള. അപ്പോൾ പണ്ടത്തെ ബഡ്ജറ്റ് ഫോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 15-20 10-ന്ന് 15-20 ബഡ്ജറ്റ് ഫോൺസ് ആണ്. കാരണം 10,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺസ് 5G പോലും കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ഫോൺസിലുണ്ടാവും, പക്ഷേ ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബറിന് ശേഷം ഇറങ്ങിയ 5G ഫോൺസ് ഒന്നും തന്നെ 10,000 രൂപയ്ക്ക് താഴെ വരുന്നില്ല. ചിലതുണ്ടാവും, ചിലപ്പോൾ ഡിസ്കൗണ്ട് ഓഫറിലൊക്കെ വന്നതുണ്ടാവും. എന്നാലും ഒരു ജനറൽ ഇൻഡസ്ട്രി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 15,000 റുപ്പീസിന് പോലും നമുക്കൊരു ഡീസൻറ്റ് ഫുൾ HD ഡിസ്പ്ലേയിലെ ഫോണില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ 20,000 രൂപയ്ക്കും HD+ ആണ്, 30,000 രൂപയ്ക്കും HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയിലെ ഫോണുകളുണ്ട്. എന്നാൽ ചില ബ്രാൻഡ്സ് കുറച്ച് വ്യത്യസ്തമായി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ OnePlusന്റെ Nord CE6 അതൊക്കെ കുറച്ചുകൂടി ബെറ്റർ പ്രൈസിങ് ആയിരുന്നു. 25-30 രൂപ, കഴിഞ്ഞ വർഷം 25 ഇറങ്ങിയെങ്കിൽ ഈ വർഷം 30 രൂപയ്ക്ക് അടുത്തെത്തി. എന്നാലും കുഴപ്പമില്ലാത്ത പ്രൈസിങ്. ഇൻഫാക്ട് Nord 6ന്റെ പ്രൈസിങ്ങും കുഴപ്പമില്ലായിരുന്നു. അതേപോലെ പോക്കോ X8 Pro Maxും X8 Pro നല്ല പ്രൈസിങ് ആയിരുന്നു. അതേപോലെ എന്താ പറയുക, ഇവൻ Redmi Turbo 5ന്റെ പ്രൈസിങ് നല്ലതാണ്. കാരണം ഇത് ഏറ്റവും പീക്ക് മെമ്മറീൻ്റെ പ്രൈസിങ് ഹൈ ആയി നിൽക്കുമ്പോൾ ഇറങ്ങിയ ഫോണാണ്. എന്നാലും അതിന് 35,000 രൂപയ്ക്കാണ് 36,000 രൂപയ്ക്കാണ് ഷോമി അതിനെ ഇറക്കിയിരിക്കുന്നത്, കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ച്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ബ്രാൻഡുകൾ അതേപോലെ നല്ല പോലെ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ഇത് നോക്കുകയാണെങ്കിൽ ഷോമി 17T, അപ്പോൾ ഇത് ഇറങ്ങിയപ്പോഴും ഒരുപാട് പേര് പറഞ്ഞു ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു ക്രൈസിസിൻ്റെ അകത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ Redmi 17T നല്ലൊരു പ്രൈസിങ് ആണ് ആക്ച്വലി. പഴയ ഫോണായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു 6 മാസം 8 മാസം മുമ്പ് ഇറങ്ങിയ ഫോണായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും പ്രൈസ് റൈസ് വന്നിട്ടുണ്ട്. ഇൻഫാക്ട് നമ്മളിപ്പോൾ വിചാരിക്കും ഇതാര് വാങ്ങും, ഇതിന് പകരം കഴിഞ്ഞ വർഷത്തെ ഒരു ഫോൺ വാങ്ങിയാൽ പോരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഫോൺ കിട്ടാനില്ല. ഇപ്പം നമ്മൾ നോക്കി, ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പേ OnePlus Nord 5 അടിപൊളി ഡിവൈസ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ. ഇപ്പോൾ സ്റ്റോക്കിലിട്ട് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് പോലും സ്റ്റോക്കില്ല. കാരണം പഴയ ഫോണുകൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ആ പഴയ വിലയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ബ്രാൻഡ് ആ പ്രൊഡക്ഷൻ എല്ലാം നിർത്തി. ഇൻഫാക്ട് വിവോന്റെ X300 വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് ആയിരുന്നു, ഇപ്പൊ പ്രൊഡക്ഷനിലില്ല. അതിന് പകരം വിവോ X300 FEയിലേക്ക് പോയിരിക്കുകയാണ്. അതിന്റെ വിലയോ 90,000 റുപ്പീസാണ് വരുന്നത്. അതും 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എല്ലാ ബ്രാൻഡ്സും ഇറസ്പെക്റ്റീവ് ഓഫ് ചൈനീസോ അമേരിക്കനോ അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാ ബ്രാൻഡ്സും ഇമ്പാക്റ്റഡ് ആണ്. ഇൻഫാക്ട് ഐഫോണിന്റെ ആപ്പിളിന്റെ ടിം കുക്ക് ഇത്തവണ പറയുണ്ടായി ആ പഴയ പ്രൈസിങ്ങിൽ ഇനി എക്സ്പെക്റ്റ് ചെയ്യേണ്ട എക്സ്ട്രീം ക്രൈസിസ് ആണ്. അതുകൊണ്ട് തന്നെ മാക്ബുക്കും ഐഫോൺസും എല്ലാം തന്നെ പ്രൈസ് കൂടും. അതായത് ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഐഫോണൊക്കെ തന്നെ വളരെയധികം പ്രൈസ് കൂടിയിട്ട് ഇറങ്ങുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇനി എന്തായിരിക്കും ഭാവി, നിങ്ങൾ ഏത് ഫോണാണ് ഇപ്പോൾ വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വല്ല ഫോണും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മേടിക്കുക നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിലും ബെറ്റർ സ്പെക്സ് ആണ് അതിൽ വരുന്നത്. ഒരു വർഷം പഴക്കമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ OnePlus 13
കഴിഞ്ഞ വർഷത്തെ ഫോണായിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2025 ആദ്യം ഇറങ്ങിയതായിരുന്നു. അതിപ്പോൾ കിട്ടാനുണ്ടെങ്കിൽ അത് നല്ല വാല്യൂ ഫോർ മണിയാണ്. 15നെക്കാളും വിലയും കുറവാണ്, ഏതാണ്ട് അതേ പെർഫോമൻസും ക്യാമറയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത് ഏതെങ്കിലും ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറി, അതായത് 30,000 രൂപ, 20,000 രൂപ, 40,000 രൂപ, ഏത് കാറ്റഗറിയിലാണെങ്കിലും ലാസ്റ്റ് ഇയർ, അതായത് 2025 ഒക്ടോബറോ സെപ്റ്റംബറിനൊക്കെ മുമ്പ് ലോഞ്ച് ചെയ്ത ഫോണാണെങ്കിൽ അത് സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ അത് മേടിക്കായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഫോൺ മേടിക്കേണ്ടതെന്നല്ല, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒത്തുള്ള പ്രൈസിങ് ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യണ ഏത് വീഡിയോ ഇട്ടാലും എല്ലാവരും പറഞ്ഞു ഓവർ പ്രൈസ്ഡ് എന്ന് പറയാണ്. പക്ഷെ അത് ഓവർ പ്രൈസ്ഡ് അല്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അങ്ങനെ അത്രയും ബാഡാണ്, അത്രയും വേഴ്സ് സിറ്റുവേഷനിൽ കൂടിയാണ് ഇൻഡസ്ട്രി പോകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ലാപ്ടോപ്പ് പ്രൈസിങ്ങും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിന്റെ പ്രൈസിംഗ് ഒക്കെ 1.25 ലക്ഷം രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് ഇപ്പോൾ 1.5 ലക്ഷം 1.70 ആയി തുടങ്ങി. അപ്പോൾ എല്ലാത്തിലും ത്രൂ ഔട്ട് ദി ഇൻഡസ്ട്രി പ്രൈസ് റൈസ് ഇന്നെവിറ്റബിൾ ആയി തുടങ്ങി. അപ്പോൾ ഇനി എത്ര കാലം ഇതിങ്ങനെ നിലനിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. AI-ൻ്റെ കാലമായതുകൊണ്ട് ഇത് ചില ഇൻഡസ്ട്രി എക്സ്പേർട്സ് പറയുകയാണെങ്കിൽ 3 കൊല്ലമൊക്കെ നിൽക്കും, 2030 സ്റ്റേബിലൈസ് ആവുള്ളൂ എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. നമുക്കതൊന്നും കറക്റ്റായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊന്നും ആരും എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇൻഡസ്ട്രി ട്രെൻഡ് അറിയാലോ, എന്തുകൊണ്ടാണ് ഫോണിൻ്റെ പ്രൈസ് കൂടുന്നത്, അതിനെക്കുറിച്ചുള്ള ഐഡിയയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെച്ചത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഇൻപുട്സ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇൻഡസ്ട്രിയുടെ ഒരു ട്രെൻഡ് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.